അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചു. നടപടികളുടെ ഭാഗമായി ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്നു ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ്. ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. അസഹനീയമായ ദുർഗന്ധവും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. ടൗണിലെ ഓടകളിലേക്കും ദേവിയാർ പുഴയിലേക്കും മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുവാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഓടകളിലേക്ക് മാലിന്യവും കക്കൂസ് മാലിന്യങ്ങളും മറ്റ് മലിനജലവും തുറന്നുവിടുന്നതായി ദീർഘനാളായി ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ ചാനലുകളിലും പത്രത്തിലുമൊക്കെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് പഞ്ചായത്ത് നമ്മുടെ പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഹെൽത്ത് ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ എല്ലാവരും ചേർന്ന് സംയുക്തമായി ഏതാനും സ്ഥാപനങ്ങൾ പരിശോധിക്കുകയും എടപ്പാട്ട് ടെക്സ്റ്റൈൽസിനോട് തൊട്ട് സമീപമുള്ള അപ്പിൽ ബോട്ടിക് ഹോട്ടൽ എന്ന് പറയുന്ന ലോഡ്ജിംഗ് സംവിധാനം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ ഔട്ട്ലെറ്റുകൾ പൈപ്പുകൾ വെച്ച ഔട്ട്ലെറ്റുകൾ നേരെ ഓടയിലേക്ക് കൊടുത്തിരിക്കുന്നതായി കണ്ടെത്തുകയും അതിനെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിന് നിർദ്ദേശം നൽകുകയും അവിടുത്തെ ഒരു ജീവനക്കാരൻ നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിന് അയാൾക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കോടതിയും സർക്കാരും പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള കർശന നടപടികൾ ഇതിനു മുന്നോട്ട് തുടർന്നുണ്ടാകും. സ്ഥാപനങ്ങൾ പൂർത്തിക്കുകയും കേസുകൾ എടുക്കുകയും ചെയ്യുന്ന കർശന നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. സംയുക്തമായി പഞ്ചായത്തിൻ്റെ ഭരണസമിതി, എഞ്ചിനീയറിംഗ് വിഭാഗം, ഹെൽത്ത് വിഭാഗം എല്ലാവരും ചേർന്ന് സംയുക്തമായാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും. ഇത്തരം കുറ്റകൃത്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കർശനമായി അറിയിച്ചു. മുമ്പ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിന്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുണ്ട്. മാലിന്യം ദേവിയാർ പുഴയിലൂടെയും ഓടകളിലൂടെയും ഒഴുകുന്നത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്.